നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ ദിവസം നീണ്ടുനിന്ന നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായ അഫാനെതിരെ മൊഴി നൽകാൻ ഷെമി തയ്യാറായിരിക്കുകയാണ്. ഷെമി മൊഴി നൽകുക മാത്രമല്ല, സത്യാവസ്ഥ ഒക്കെ തന്നെ തുറന്നു പറയാനും ഭർത്താവിൽ നിന്നും ഒളിപ്പിച്ച ആ സത്യത്തെ പുറം ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാനും തയ്യാറായിരിക്കുകയാണ്. ഇനി മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ല. മകൻ കുടുങ്ങി, ഒരു തരത്തിലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യം ഷെമിക്കുണ്ടായിരിക്കുന്നു. അതുകൂടാതെ എങ്ങനെയൊക്കെയുള്ള ആസൂത്രണമായിരുന്നു ഈ കൊലപാതകം നടത്തുന്നതിന് മുൻപ് വരെ ഇരുവരും ചേർന്ന് നടത്തിയത് എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നു. എന്തുകൊണ്ട് തൻ്റെ മകൻ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവും ഷെമീനെ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിനൊക്കെ കാരണക്കാരായ 2 പേർ, അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അഫാനെ ചൊടിപ്പിച്ചതും കൊടും കടത്തിലേക്കും ബാധ്യതയിലേക്കും തള്ളിവിട്ടതും ഇവരാണെന്നുള്ള ആരോപണവും ഇക്കൂട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. നേരത്തെ തന്നെ കൊള്ളപ്പലിശയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതായിരുന്നു. പ്രതി അഫാൻ ആദ്യം തന്നെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും ചുവരിൽ തന്റെ തലയിടിപ്പിച്ചപ്പോഴാണ് തന്റെ ബോധം നഷ്ടമായതെന്നുമാണ് പോലീസിനോട് ഷെമി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കുറച്ചു കഴിഞ്ഞ് തനിക്ക് ബോധം വന്നു. ആ സമയത്താകട്ടെ മകൻ തന്റെ തലയ്ക്ക് ചുറ്റികയ്ക്ക് ആഞ്ഞടിച്ചുവെന്നും തലച്ചോറ് പിളരും വരെ മകന്റെ ക്രൂരത തുടർന്നുവെന്നുകൂടിയാണ് കിളിമാനൂർ SHOയ്ക്ക് മുന്നിൽ ഷെമി ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുന്നത്. ആശുപത്രി വിട്ടു, രോഗം ഭേദമായി വരുന്നു. എന്നിരുന്നാലും 1 വർഷക്കാലം ഷെമിക്ക് തുടർ ചികിത്സ വേണ്ടിവരും. ഇപ്പോൾ ഭർത്താവ് റഹീമിനൊപ്പം ഒരു അഗതി മന്ദിരത്തിലാണ് വെഞ്ഞാറമൂട്ടിൽ കഴിയുന്നത്. പോലീസ് ഇപ്പോൾ എത്തി കാര്യങ്ങൾ വിശദമായി ചോദിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ അവരോട് വെളിപ്പെടുത്തി പരമാവധി ഈ കേസിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ തന്നെയാണ് ഉള്ള സത്യം തുറന്നു പറയാൻ ഷെമി തയ്യാറായത്. ഇനി നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ആത്മവിശ്വാസവും ഉറപ്പും നൽകിയതിന് പിന്നാലെയാണ് ഷെമി തൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചുരുളഴിയിക്കുന്നത്. കടം കൂടി കഴുത്തിന് മുകളിൽ പെരുകിയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു തീരുമാനം തങ്ങൾക്കുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. മരിക്കാൻ ഉറപ്പിച്ച സൂചന, എല്ലാവർക്കും മരിക്കാമെന്നുള്ള ഒരു ആശയം, അത് അഫാന്റെ മനസ്സിൽ നൽകിയത് ഷെമി തന്നെയായിരുന്നു. ആത്മഹത്യ എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ പല മാർഗങ്ങൾ യൂട്യൂബിലൂടെ തിരഞ്ഞിരുന്നു. അതും ഷെമിയല്ല, അഫാനല്ല, മറിച്ച് അഫ്സാൻ. ഇളയ മകനെ കൊണ്ട് ഇതൊക്കെ തന്നെ ചെയ്യിച്ചത് ഷെമി തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പലതും സെർച്ച് ചെയ്യിപ്പിച്ചുവെന്ന് പോലീസിനോട് ഷെമി തുറന്ന് സമ്മതിച്ചു. കേസിൽ ഇതാദ്യമായിട്ടാണ് ഷെമി കാര്യങ്ങൾ തുറന്നു പറയാനും അഫാനെതിരെ മൊഴി നൽകാനും എന്താണ് സംഭവിച്ചതെന്നുള്ളത് വിശദമായി വെളിപ്പെടുത്താനും തയ്യാറായത്. ഇതിനു മുൻപ് ഒരു തരത്തിലും ഈ കേസിനോട് സഹകരിക്കാത്ത ഷെമിയാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ആശുപത്രിയിൽ നിന്നും വീണ് പരിക്ക് പറ്റിയെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. അഫാൻ തന്നെ ആക്രമിച്ചതാണെന്നും ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടാക്കിയെന്നുമാണ് ഷെമി ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുന്നത്. ഈ ആക്രമണം നടന്ന അന്നേ ദിവസം തങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത വന്നു. അന്നൊരു 50,000 രൂപ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആ പണം കൊടുത്തില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായി. പണം ചോദിച്ച് ബന്ധുവീട്ടിൽ പോയപ്പോൾ കടുത്ത അധിക്ഷേപമാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. അപമാനമായിരുന്നു. അതിൽ സഹിക്കാൻ കഴിയാതെ, അത് പൊറുക്കാൻ കഴിയാതെയാണ് മകൻ ഈ ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നതെന്ന് വേണം ഷെമിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാനും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അഫാനുമായിട്ടുള്ള 3ാം ഘട്ട തെളിവെടുപ്പും ഇപ്പോൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു ധാരണ പോലീസിനിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 5 ലക്ഷം രൂപ ബ്ലേഡിനായി പണത്തിന് വാങ്ങിയപ്പോൾ അതിൽ 5.5 ലക്ഷം രൂപയിലധികം പലിശയായി നൽകി. തങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് ഇത്തരത്തിൽ വട്ടിപ്പലിശ തങ്ങളിൽ നിന്ന് വാങ്ങിയെന്നുള്ള വെളിപ്പെടുത്തൽ അഫാൻ തന്നെ നൽകിയിരുന്നു. അങ്ങനെ വന്നാൽ കടമായി പണം കൊടുത്തതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഈ കുടുംബത്തിനെതിരെയും പോലീസിന് കേസെടുക്കാനുള്ളൊരു വകുപ്പുണ്ടെന്ന് തന്നെയാണ് സൂചനകൾ ലഭ്യമാകുന്നത്. അങ്ങനെ വന്നാൽ പ്രതി ചേർക്കപ്പെടുന്നവരുടെ പട്ടിക നീളുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. സഹോദരൻ അഫ്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലക്കേസുകളിലാണ് കഴിഞ്ഞ ദിവസം പെരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തീകരിച്ചത്. പാങ്ങോട്, വെഞ്ഞാറമൂട് സ്റ്റേഷനുകളായിട്ടാണ് കൂട്ടക്കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് അഫാനെ വീണ്ടും ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. തെളിവെടുപ്പിനെത്തിച്ച അഫാനെ കാണാനായി കഴിഞ്ഞ ദിവസം പിതാവ് അബ്ദുറഹീം റോഡിൽ കാത്തു നിൽക്കുന്ന ഒരു ചിത്രവും ഇവരുടെയും നെഞ്ചു പിടയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പെരുമലയിലെ വീട്ടിൽ തെളിവെടുപ്പ് കഴിഞ്ഞ് ഫർസാനയെ ബൈക്കിൽ കയറ്റിയ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ അഫാനെ കൊണ്ടുപോയിരുന്നു. ഈ കൊണ്ടുപോകുന്ന വേളയിലാണ് പിതാവിനെ കണ്ടത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയ്ക്ക് സമീപത്താണ് റഹീമും സുഹൃത്തും കാത്തുനിന്നത്. അഫാനുമായി പോകുന്ന പോലീസ് വാഹനം സിഗ്നൽപ്പെട്ട് കിടക്കുന്ന സമയത്താണ് റഹീം മകനെ കണ്ടത്. വാഹനം മുന്നോട്ടെടുക്കുന്ന സമയം വരെ റഹീം അവിടെ തന്നെ സ്തബ്ധനായി നിന്നു. കടയുടെ പുറത്ത് നിന്ന് മകനെ നോക്കിക്കൊണ്ടു നിന്നു. ഒപ്പം തന്നെ ഈ സുഹൃത്തും.
വാഹനം പോയതിനു ശേഷമാണ് റഹീമും സുഹൃത്തും അവിടെ നിന്ന് പോയത്. മകൻ അഫാനെ ഇനി ഒരു കാരണവശാലും തനിക്ക് കാണണ്ടെന്നും ഈ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചതിന് കാരണം അവനാണെന്നും നേരത്തെ തന്നെ അബ്ദുൾ റഹീം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അവൻ കാരണം തൻ്റെ ഇളയ മകനെയും ഉമ്മയെയും ചേട്ടനെയും ചേട്ടൻ്റെ ഭാര്യയെയും ഒക്കെ തന്നെ നഷ്ടമായി. അഫാനോട് ഉമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. അവൻ കാണാൻ പോകുമ്പോൾ ഉമ്മ പണം കൊടുക്കുമായിരുന്നു. എൻ്റെ 2 മക്കളെയും വലിയ സ്നേഹത്തോടെ വളർത്തി. അനുജൻ, കാമുകി, മുത്തശ്ശി, പിതൃ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നിവരെയൊക്കെ ദയാദാക്ഷിണ്യമില്ലാതെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. ക്യാൻസർ രോഗിയായ മാതാവിനെ ഗുരുതരമായി പരിക്ക് ഏൽപ്പിച്ചു. അരുൺ കൊലകൾക്ക് ശേഷം അഫാൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ICU കിടന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് മാത്രമേ ICU പുറത്തിട്ട് മാറ്റാൻ പറ്റൂ. അപ്പോൾ അതവിടെ വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യം എൻ്റെ മോൻ്റെ കാര്യമാണ് പറഞ്ഞത്. കൊച്ചുമോനും മരണപ്പെട്ടു, അവൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കുറേ പ്രയാസങ്ങൾ, സങ്കടം, കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർമാർ സാന്നിധ്യത്തിൽ ഞാൻ ബാക്കിയുള്ള മരണങ്ങൾ പറയുന്നത്. അവനാണ് ചെയ്തതെന്നും പറഞ്ഞു. അവനങ്ങനെ ചെയ്യൂല എന്നാണ് പറയുന്നത്. ഒരു പാറ്റയെ പോലും കണ്ടാൽ പേടിയാവുന്നവരെങ്ങനെ ഇതൊക്കെ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു. പറഞ്ഞു കട്ടിലിന് താഴെ മറിഞ്ഞു വീണെന്നാണ് പറഞ്ഞത്. എപ്പോഴും ഇന്നും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നൊരു സാഹചര്യമാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ നിന്ന് 2 ദിവസം ജയിലിൽ കിടന്നിരിക്കാൻ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ കയ്യിൽ ഒരു രൂപയിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബാധ്യത വേറെയുണ്ട്. ഇനി ഞാൻ പോകണമെന്ന് എനിക്ക് അങ്ങനെ ആഗ്രഹം ഇല്ല. ഇനി പോയിട്ട് കാര്യമില്ല, എൻ്റെ മക്കളില്ല. പിന്നെ ഞാനിപ്പോയിട്ട് മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. മക്കളില്ലാത്ത സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് പോകണമെന്നൊരു ആഗ്രഹം എനിക്കില്ല. ഇവിടെ അങ്ങനെ എനിക്ക് സാമ്പത്തിക ബാധ്യത ഒരു 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ അകത്തുള്ളത് ഇവിടെ ഉള്ളൂ, എൻ്റെ അറിവിലുള്ളത്. അവിടെ എനിക്കൊരു 10 ലക്ഷം രൂപയോളം ബാധ്യത ഉണ്ട്. ഇല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഈ 2 ഘടകങ്ങൾ എൻ്റെ അറിവിൽ എനിക്കുണ്ടായിരുന്നുള്ളൂ. ജ്യേഷ്ഠനുമായിട്ട് ഒരു ചിട്ടി എന്ന് നടത്തിയ 75,000 രൂപ ജ്യേഷ്ഠന് കൊടുക്കാണ്ട് ആ ഒരു ഇടപാടെ ഉള്ളത് എനിക്കറിയാവുന്നതാണ്. പിന്നെ ഉമ്മയുമായിട്ട് അങ്ങനെയുള്ള ഒന്നുമില്ല. അതിനുള്ള സാമ്പത്തികന്മാരില്ല. എന്നാലും നമ്മൾ മക്കളെന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് പോകണത്. അല്ല, ഉമ്മയായിട്ട് അങ്ങനെ സാമ്പത്തിക ഇടപാടൊന്നുമില്ല. പിന്നെ അവൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കും. ചെറുകുട്ടിയെല്ലാം വിചാരിച്ച് അവന് 10,000-200 കൊടുക്കും ഉമ്മ. അല്ലാതെ വേറെ ഒന്നുമില്ല ഉമ്മയായിട്ട്. എൻ്റെ 2 മക്കൾ നമുക്ക് വലിയ കാര്യമായിരുന്നു. എത്ര സ്നേഹത്തോടെ വളർത്തിയ 2 പേര് ഉമ്മ. ഇല്ല, ഞാനിപ്പോൾ എന്നെ കാണണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ട ഒരുപാടുണ്ട്. അവനെ പോലെ ഒരു മോനെ എനിക്ക് ചെറുവന് ഭയങ്കര സ്നേഹമുള്ള മകനായിരുന്നു. നഷ്ടപ്പെട്ട എൻ്റെ ഉമ്മ, എൻ്റെ ജ്യേഷ്ഠത്തി നഷ്ടങ്ങൾ ഒരുപാട് അവൻ നിമിത്തം എനിക്കുണ്ടായി. അങ്ങനെ കാണണമെന്ന് മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല. നമുക്ക് ബാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചത് ഒന്ന് ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അവിടുന്ന് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ നിരന്തരമായി ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് കാലാവധിയുണ്ട്, സമയമുണ്ട്. പക്ഷേ അസിസ്റ്റന്റ് മാനേജർ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഇന്നടച്ചിലേക്ക് ജപ്തി ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഭീഷണികളുണ്ടായിരുന്നു. പിന്നെ അവരുടെ കുഞ്ഞുമായി ഇതുപോലെ കറക്റ്റ് സമയം പലിശ വേണം. ഒരു 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപയ്ക്ക് പുറത്തില്ല പലിശ ഇനത്തിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പലിശയ്ക്കാണ് തന്നെന്ന് പറഞ്ഞത്. 5 ലക്ഷം രൂപയ്ക്ക് 5 ലക്ഷം രൂപയോളം പലിശ മാത്രം കൊടുത്തിട്ടുണ്ട്. അവരിങ്ങനെ നിരന്തരം ഭീഷണിപ്പെടുത്തുമായിരുന്നു. സംസാരിക്കാൻ വാട്സാപ്പിൽ ചാറ്റ് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവന് ഞാൻ പറയാം, നമുക്ക് ബാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് തീർക്കാം, നമ്മുടെ മുതൽ കിടക്കയില്ലേ, അത് കുഴപ്പമില്ല, അപ്പോൾ നമുക്കത് വിൽക്കാം. അപ്പോൾ അവന് പല ആൾക്കാരും കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രോക്കർമാരെ കൊണ്ട് നോക്കിയിട്ടുണ്ട്. വില വെക്കാത്തതുകൊണ്ട് വിൽപ്പന നടന്നില്ല. അവരുടെ ഫാമിലിയായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നു? ഇല്ല, ഞാനൊന്നും സംസാരിച്ചിട്ടില്ല, അത് കണ്ടിട്ടുമില്ല. പക്ഷെ എനിക്ക് അറിയാമായിരുന്നു. അവനെന്നോട്, ഞാൻ എൻ്റെ സഹോദരിയുടെ മോളെന്നോട് ഇതിൽ പറഞ്ഞായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുക്കണം മാവെന്ന് അവനെ പറഞ്ഞ് വിലക്കെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വൈഫിനോട് ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞ പോലെ കൂടെ പഠിക്കുന്ന പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് ഇതുപോലെ ഞാൻ കേൾക്കുന്നത്, എന്താണ് അത്, ഉമ്മ ചുമ്മാ അറിയണം അപ്പം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചുമ്മാതല്ല, ഞാൻ അറിഞ്ഞ്. നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ മനസ്സിലിരിക്കട്ടെ, കുഴപ്പമില്ല. നിനക്ക് സ്വന്തമായിട്ട് നിന്നിപ്പോൾ 10-20 വയസ്സാവണം, ഒരു തൊഴിൽ കണ്ടെത്തണം. അതിനൊക്കെ ശേഷം നമുക്ക് നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം, നമുക്ക് എനിക്ക് വിഷയമൊന്നുമില്ല. പിന്നെ ഞാൻ ഫോട്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോ ഒന്നും കാണിച്ചു തന്നില്ല. അപ്പോൾ എൻ്റെ കൊച്ചുമ്മ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, അപ്പം ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. കൊച്ചുമ്മ എനിക്ക് ഹർഷാലിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് തെറ്റ് ചെയ്തെൻ്റെ മോനാണ്. അപ്പോൾ അവരെ കൊണ്ടൊരു പൊരുത്തം എനിക്ക് ചോദിക്കുന്നൊരു ഇതുണ്ട്. അവരെ വിട്ടൊന്ന് പോകണമെന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിൽക്കുന്നതാണ്. ഞാൻ 6 വർഷം നിന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനില്ലാത്തൊരു കുറവ് അവൻ അറിയിച്ചിട്ടില്ല. ആ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് അവന് നോക്കിയിട്ടുള്ളത്. എങ്ങോട്ട് പോയാലും അവൻ്റെ കൂടെ അവൻ കാണും. പകൽ സമയങ്ങളിൽ എപ്പോഴും അവൻ്റെ കൂടെ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. എല്ലാം കൊണ്ടൊന്നും അങ്ങനെ ചെയ്ത ഒരാളാണ്. എന്താണ് എൻ്റെ മനസ്സിൽ തോന്നി ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല ഇപ്പോഴും.